ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അഭിയാണെങ്കിൽ ജാനകിയുടെ ഭൂതകാലം അറിഞ്ഞേ പറ്റുമെന്നുള്ള വാശിയിലാണ് നിൽക്കുന്നത്. ആ ഒരു സമയത്ത് നമ്മുടെ സക്കീർ ഭായ് പറഞ്ഞു, ഇതിൽ ജാനകി തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന്. പക്ഷേ എന്താണ് ആ വിവാഹ നിശ്ചയത്തിന് സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റുമെന്നും പറഞ്ഞ് അഭി ഇങ്ങനെ നിൽക്കുക. പിന്നെ ഉണ്ണിത്താനെയാണ് കാണിക്കുന്നത്. ഉണ്ണിത്താൻ ഇങ്ങനെ വീട്ടിൽ വന്നിരിക്കുമ്പോൾ ഭാര്യ ചായയായിട്ട് ചെന്നു. അപ്പോൾ നിരഞ്ജന വിളിച്ച് നിന്നോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഞാൻ അവളെ കാര്യമായിട്ടൊന്ന് ഉപദേശിച്ചാൽ വിട്ടതെന്ന് പറയുമ്പോൾ വിളിച്ചു പറയുന്നത് എന്തിനാ? അവൾ ഇവിടെ തന്നെയല്ല ഉള്ളത്, നിങ്ങളുടെ എന്തോ പുസ്തകമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷം. ആഹാ, അവൾ അളകാപുരിയിലെ താമസമതിക്ക് പെട്ടെന്ന് പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമൊന്നുമല്ല. ഇപ്പോൾ ഏതോ ബുക്ക് എടുക്കാൻ വേണ്ടി വന്നതാ അവളെന്ന് അമ്മ അച്ഛനോട് പറയാം. ആണല്ലേ, നീ അവളെങ്കിൽ വിളിക്കാൻ പറഞ്ഞു. മോളെന്നും പറഞ്ഞ് വിളിച്ചു. അതെ രാജേട്ടൻ, മോളെ ഇവിടെ നിർത്താനായിട്ട് വേറെ എന്തെങ്കിലും വഴി ഉണ്ടോ എന്ന് ചിന്തിക്കുക, അല്ലാതെ ഒന്നും നടക്കില്ല. പിന്നെ കേസിൻ്റെ കാര്യത്തിൽ പിടിക്കാം എന്ന് അമ്മയും അച്ഛനും കൂടെ അവിടെ നിന്ന് പറയണം. അപ്പം അച്ഛാ എന്നും പറഞ്ഞ് മോൾ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. അച്ഛനൊന്ന് നേരത്തെ വന്നോ? ഞാൻ പോകാൻ ഇറങ്ങുമായിരുന്നു എന്ന് പറയുമ്പോൾ, വൈകിട്ട് ബാർ അസോസിയേഷൻ്റെ മീറ്റിംഗ് അല്ലേ? അല്ല, നിനക്കതൊന്നും ബാധകമല്ലല്ലോ അല്ലേ? തൽക്കാലം അങ്ങനെ ഒരു പരിപാടിക്കും ഞാനില്ല അച്ഛാന്ന് പറഞ്ഞു നിരഞ്ജന. ജാനകി കൊടുത്ത പെറ്റീഷൻ ഉടനെ കോടതി പരിഗണനയിൽ എടുക്കാനുള്ള സാധ്യതകളും കാര്യങ്ങളും ഉണ്ട്. എനിക്ക് കിട്ടിയ വിവരം വെച്ചിട്ടാട്ടോ ഞാൻ പറയുന്നത്. ഞാനും അത് മനസ്സിലാക്കിയിട്ടുണ്ട് അച്ഛാ. എത്രയും പെട്ടെന്ന് അത് പരിഗണനയിൽ വരാൻ തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നതെന്ന് നേരം പറഞ്ഞു നിരഞ്ജന. കുറച്ച് സാക്ഷികൾ കയ്യിലുണ്ടായിട്ടൊന്നും കാര്യമില്ല. 25 വർഷം പഴക്കമുള്ളൊരു കേസാ. 4 നൂറ്റാണ്ടെന്ന് തന്നെ പറയണം അല്ലേ? ഇവൾ എന്തടിസ്ഥാനത്തിലാണ് ഈ കേസിൽ ജയിക്കുമെന്നുള്ളൊരു വിശ്വാസം പ്രകടിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്ന് അമ്മ മോളോട് പറയുമ്പോൾ, കാണാൻ പോകുന്ന പൂരം അത് പറഞ്ഞറിയിക്കേണ്ട കാര്യമുണ്ടോ അല്ല അച്ഛാ എന്ന് മകൾ അച്ഛനോട്. ഹേമ പറയുന്നതിലും കാര്യമുണ്ട് മോളെ എന്ന് അച്ഛൻ പറഞ്ഞു. സമാനമായി പല കോടതികളിലും വന്ന കേസുകളിൽ നമ്മൾ റെഫർ ചെയ്യണമെന്നും അതുപോലെ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യണമെന്നും അച്ഛൻ മോൾക്ക് പറഞ്ഞു കൊടുക്കുവാണ്. അവിടെ ജയിച്ചതും തോറ്റതുമായിട്ടുള്ള കേസുകൾ നമ്മൾ ശരിക്കും പഠിക്കണമെന്നും പറഞ്ഞു. അങ്ങനെ ശരിക്കും കഷ്ടപ്പെട്ടാൽ മാത്രമേ ആ ഒരു ഇത് നമുക്ക് കിട്ടുകയുള്ളൂ എന്നൊക്കെ അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ, അച്ഛൻ്റെ മകൾ പറഞ്ഞു തന്നിട്ടുള്ള സത്യം അത് അച്ഛൻ മറക്കണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്കും ഒന്നും വല്ലാണ്ടായി നമ്മുടെ ഉണ്ണിത്തൻ. അതിന് നീ ഇങ്ങനെ 2 തോണിയിൽ ഒരേ സമയം യാത്ര ചെയ്താൽ എങ്ങനെ നടക്കാനാണെന്ന് ഹേമ ചോദിച്ചു. മോളെ നീ ഇവിടെ നിൽക്കുക, ദേ അച്ഛൻ വൈകിട്ട് വന്നിട്ട് കേസിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ, സ്വന്തം വീട്ടിൽ ഒരു ദിവസം പോലും നിൽക്കാത്ത എൻ്റെ മോളോട് ഞാൻ ഒരിക്കലും അത് ആവശ്യപ്പെടില്ല എന്ന് അച്ഛൻ. അവൾ മനസ്സറിഞ്ഞ് വേണമെങ്കിൽ വന്ന് നിൽക്കട്ടെ, അല്ലാതെ എനിക്കൊന്നും പറയാനില്ല. രാത്രി കേസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാമല്ലോ എന്ന് അച്ഛൻ പറഞ്ഞു. എനിക്ക് അതിനുള്ള സമയമേ ഉള്ളൂ എന്നും പറഞ്ഞു അച്ഛൻ. പിന്നെ നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കേസ് പരിഗണനയിലെടുത്ത് കോടതി വിധി വരുന്നത് വരെ ഇവിടെ താമസിക്കാം. എന്താന്ന് വെച്ചാൽ നിന്റെ ഇഷ്ടം പോലെ ചെയ്യാൻ അച്ഛൻ മോളോട് പറഞ്ഞു. അങ്ങനെ അമ്മയും അച്ഛനും കൂടെ വല്ലാണ്ട് അങ്ങോട്ട് പ്രഷർ ചെലുത്തുവാണ് നമ്മുടെ നിരഞ്ജനെ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഈ കേസ് കുടുംബജീവിതമായിട്ട് നീ മുന്നോട്ട് കൊണ്ടുപോകരുതെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ കുറേ ഡയലോഗുകളൊക്കെ അങ്ങനെ അങ്ങ് ഇറക്കിയൊക്കെ നോക്കുക നിരഞ്ജനയുടെ അടുത്ത്. നിരഞ്ജന അന്നേരം എൻ്റെ വിജയം എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് പറയുമ്പം, എന്നാൽ പിന്നെ നീ ഉടനെ ഇങ്ങ് പോരാൻ പറഞ്ഞു. അച്ഛൻ്റെ എല്ലാ സഹായവും നിനക്ക് കിട്ടുമെന്ന് അമ്മ പറയണു. അത് കേട്ടപ്പോൾ നിരഞ്ജന ഇങ്ങനെ ആലോചിക്കാം. ശരി അച്ഛാ, ജാനിയടുത്തോടും അഭിയേട്ടനോടും സംസാരിച്ചിട്ടേ ഉടനെ ഞാൻ താമസം ഇങ്ങോട്ട് മാറാമെന്ന് നമ്മുടെ നിരഞ്ജന പറയാം. ഇപ്പം ഞാൻ പൊക്കോട്ടെ എന്ന് പറയുമ്പോൾ, എന്നാൽ മോള് പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ മോള് പോയി കഴിഞ്ഞപ്പം അവൾ ഉണ്ണിത്താൻ്റെ ട്രാക്കിലേക്ക് തന്നെയാണ് വരുന്നതെന്ന് പറഞ്ഞു ഉണ്ണിത്താൻ ഇങ്ങനെ അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അഭിയും ജാനകിയും കൂടി ഇങ്ങനെ കടൽ തീരത്ത് പോയി നിൽക്കുക കേട്ടോ. 2 പേർക്കും ഉള്ളിലൊരു അഗ്നിപർവ്വതം തന്നെ പൊട്ടാൻ പാകത്തിനാണ് നിൽക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെ. ഇപ്പോഴും 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ലേ? ജാനകിക്കാണ് പറയണമെന്നുണ്ട്, അഭിക്കാണ് ചോദിക്കണമെന്നുണ്ട്. പക്ഷേ പറയാതെ പറയട്ടെ, ചോദിക്കാതെ പറയണം, ഇതൊക്കെയാണ് 2 പേരുടെയും മനസ്സിലുള്ളതും. തിരമാല ഇങ്ങനെ ആഞ്ഞടിക്കുക. ഈ സമയത്ത് ഞാൻ വരുന്ന വഴിക്ക് അഭിയേട്ടനോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. അഭിയേട്ടൻ കേട്ടതായി പോലും എൻ്റെ മുന്നിൽ ഭാവിച്ചില്ലല്ലോ. ഇവിടെ വന്നിട്ടും അഭിയേട്ടനൊന്നും മിണ്ടുന്നില്ലല്ലോ, എന്താ കാര്യമെന്ന് ജാനകി തന്നെ അങ്ങോട്ട് ചോദിക്കുക. അവസാനം എന്തിനാ അഭിയേട്ടൻ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്? കാര്യം പറയാൻ പറഞ്ഞു. അഭിയേട്ടന് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? എന്തെങ്കിലും ഒരു വാക്ക് അഭിയേട്ടൻ തന്നെ എന്നോട് പറയാനായിട്ട് ജാനകി അഭിയോട് പറയുമ്പോൾ അഭി തിരിഞ്ഞിങ്ങനെ നിന്ന് ജാനകി ഒന്ന് നോക്കി. വല്ലാത്ത സ്ട്രെസ്സിലൂടെയല്ലേ കടന്നു പോകുന്നതെന്നും കുറച്ച് റിലാക്സേഷൻ ആകുമെന്ന് കരുതിയിട്ടാണെന്നും ജാനകിയോട് അഭി പറഞ്ഞു കേട്ടോ. എന്നിട്ട് അഭിയേട്ടന് റിലാക്സ് ആകാൻ കഴിഞ്ഞോ എന്ന് അഭിയോട് ജാനകി ചോദിക്കുമ്പോൾ അഭിയാണെങ്കിൽ ഇങ്ങനെ വല്ലാതായിട്ട് നിൽക്കാം. എന്താ അഭിയേട്ടൻ്റെ മനസ്സിലുള്ളതെന്ന് എന്നോട് പറയാനായിട്ട് ജാനകി പറയുമ്പോൾ അഭി അന്നേരം ഒന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കുക. അഭിയേട്ടന് അലട്ടുന്നത് എന്താണെന്നൊക്കെ എനിക്ക് അറിയാമെന്ന് ജാനകി ഇങ്ങനെ അന്നേരം അഭിയോട് പറഞ്ഞു. അപ്പോൾ അഭി ഇങ്ങനെ പ്രതീക്ഷയോടെ നോക്കുക, ജാനകി ഇപ്പം പറയും എന്നുള്ളൊരിതിൽ. ആ സമയത്ത് നമ്മുടെ അഭി ഇങ്ങനെ ആകാംക്ഷയോടെ നിൽക്കുക. നകുലൻ അല്ലേ എന്ന് ജാനകി ചോദിച്ചപ്പം അഭി ഒന്ന് ഞെട്ടിയപ്പോൾ ജാനകിക്ക് അറിയാം എന്ന് മനസ്സിലായി. അതേന്ന് അഭി തന്നെ സമ്മതിക്കുകയും ചെയ്തു. ആ സമയത്ത്, ദേ നീ ഈ ഒരു വാക്ക് അല്ലെങ്കിൽ ഈ ഒരു പേര് പറയുന്നത് കേൾക്കാനാണ് ഞാൻ ഇത്രയും നേരം കാത്തു നിന്നത് എന്ന് അഭി പറയുമ്പം, അഭിയേട്ടൻ അതെന്നോട് ചോദിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു.
അപ്പോൾ എന്നെ മറച്ചു വെച്ച് നിൻ്റെ മനസ്സിൽ ഒന്നുമില്ല എന്ന് ഉറച്ചു വിശ്വാസമായിരുന്നു എനിക്ക് എന്ന് അഭി ജാനകിയോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ജാനകിക്ക് ഭയങ്കര ഒരു വിഷമം പോലെ. ആ ഒരു വിശ്വാസത്തിന് കോട്ടം വന്നത് ഇപ്പോഴാണെന്ന കാര്യം അഭി ജാനകിയോട് പറയുമ്പോൾ ജാനകിയുടെ ഉള്ളിൽ തിരമാലകൾ ആഞ്ഞടിക്കാൻ തുടങ്ങി കേട്ടോ. അഭിയേട്ടൻ ആദ്യമായി തന്നെ അവിശ്വസിച്ചു എന്നുള്ളത് കേട്ടപ്പം നകുലനെ സംബന്ധിച്ച് ജാനകിക്ക് പറയാൻ കൂടുതലൊന്നും ഇല്ല എങ്കിൽ ഒളിപ്പിക്കാൻ ശ്രമിച്ചത് എൻ്റെ മനസ്സിന് താങ്ങാൻ കഴിയാത്തൊരു ഭാരം തന്നെ ആയിരുന്നു എന്ന് അഭി ഇങ്ങനെ ജാനകിയോട് പറയാം. അപ്പം അതൊക്കെ കേട്ടപ്പോൾ ജാനകിക്ക് ഭയങ്കര വിഷമം. ദൈവമേ, മൊത്തം കൈവിട്ട് പോയല്ലോ എന്നുള്ളൊരു പേടി. അപ്പം അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ജാനകി. നമ്മൾ തമ്മിൽ അഭിയേട്ടൻ അനുഭവിച്ചതിൻ്റെ 100 ഇരട്ടി ഭാരം നെഞ്ചിലേറ്റവളാണ് ഞാനെന്ന് ജാനകി അന്നേരം അഭിയോട് പറഞ്ഞു. ഒരിക്കലും ഓർക്കേണ്ടി വരുമെന്ന് കരുതിയതല്ല ആ ശപിക്കപ്പെട്ട ഓർമ്മകളെന്നും ജാനകി അഭിയോട് പറയുക. അപ്പോഴും അഭിക്ക് ഭയങ്കര ടെൻഷൻ, ഇനി വേറെന്തെങ്കിലും അറിയാനുണ്ടോ കേൾക്കാനുണ്ടോ എന്നൊക്കെ ഓർത്തിട്ട്. പക്ഷെ വീണ്ടും നൊമ്പരപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്നു ആ ഓർമ്മകളെന്ന് പറയുക. മറക്കാൻ ശ്രമിച്ച എല്ലാം മടങ്ങി വന്നു എന്നും ജാനകി അഭിയോട് പറയുമ്പോൾ അഭി ഇങ്ങനെ ആകാംക്ഷയോടെ നിൽക്കുക ജാനകി ഒന്ന് തുറന്നു പറയാനായിട്ട്. വിവാഹത്തിന് മുൻപ് അഭിയേട്ടനോട് ഞാൻ എല്ലാം പറയേണ്ടവളായിരുന്നു, ഞാൻ പറയുകയും ചെയ്യായിരുന്നു. പക്ഷെ പറയാൻ മടിച്ചതും അല്ലെങ്കിൽ എന്നോട് പിന്നോട്ട് വലിക്കുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഇനി ഞാനെല്ലാം അഭിയേട്ടനോട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ജോലി കണ്ടെത്താൻ താൻ ശ്രമിച്ചെന്നും എന്നോട് തുടർന്ന് പഠിക്കാൻ മറഞ്ഞിരുന്ന് അച്ഛൻ 3-4 തവണ മദറിനെ വിളിച്ചു പറഞ്ഞതാണെന്നും എനിക്ക് വേണ്ടത് ഒരു ജോലിയായിരുന്നുവെന്നും ജാനകി അഭിയോട് പറയുക. പല സ്ഥലത്തും ഞാൻ ഇൻ്റർവ്യൂവിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോയി. അങ്ങനെയാണ് എനിക്ക് നകുലൻ്റെ ഏട്ടൻ്റെ കമ്പനിയിൽ ജോലി കിട്ടുന്നതെന്നുള്ള കാര്യം ജാനകി അഭിയോട് പറഞ്ഞു. അപ്പം ഇങ്ങനെ ആകാംക്ഷയോടെ നിൽക്കുക കഥ മുഴുവനായിട്ട് കേൾക്കാൻ. ബാംഗ്ലൂർ ബേസ് ചെയ്ത കമ്പനിയുടെ കേരള സോണിലായിരുന്നു അതെന്ന കാര്യം ജാനകി പറഞ്ഞു. ഞാൻ മനസ്സിൽ പ്രതീക്ഷിച്ച ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു എനിക്കവിടെ ഉണ്ടായിരുന്നതും. സുമി എന്നുള്ളൊരു സ്റ്റാഫിൻ്റെ വാടക വീട്ടിൽ താമസ സൗകര്യവും എനിക്ക് ലഭിച്ചിരുന്നു എന്നും കാര്യവും പറഞ്ഞു. പിന്നെ പുതിയൊരു ലോകത്തിലേക്ക് പ്രവേശിച്ച അനുഭവമായിരുന്നു എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ ജാനകി അന്നത്തെ കാര്യങ്ങളെല്ലാം പറയുക. അതിൻ്റെ ഇടയിലായിരുന്നു നകുലൻ്റെ ഓഫീസ് സന്ദർശനം. അപ്പോൾ നകുലൻ അന്ന് നല്ലൊരാളായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. നഷ്ടത്തിലായ കേരള സോണ് ലാഭത്തിലാക്കുക എന്നുള്ളതായിരുന്നു നകുലൻ്റെ ദൗത്യമായി പറഞ്ഞു കേട്ടതെന്നും ജാനകി ഇങ്ങനെ അഭിയോട് പറയുക. വന്ന ദിവസം അയാൾ എന്നെ കൂടുതൽ നേരം ക്യാമ്പിലിരുത്തി സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അഭി ഇങ്ങനെ നോക്കുക. നകുലൻ കൂടുതലും എന്നോട് ചോദിച്ചത് എൻ്റെ സ്വകാര്യ ജീവിതത്തെ പറ്റി ആയിരുന്നു എന്ന കാര്യങ്ങൾ പറഞ്ഞ് സംസാരത്തിനിടയിൽ അയാൾ ഫോണിൽ എൻ്റെ ചിത്രങ്ങളും വീഡിയോയും പകർത്തുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു എന്നുള്ള കാര്യവും നമ്മുടെ ജാനകി പറയുക. അയാളുടെ ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ സത്യസന്ധതയോടുകൂടി തന്നെയാണെന്ന് മറുപടി പറഞ്ഞതെന്നും ജാനകി പറയുക. നകുലൻ പിറ്റേന്ന് തന്നെ മടങ്ങിപ്പോയതായിട്ട് ഞാൻ അറിയുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം ഇതെല്ലാം കേട്ടൊന്നും മിണ്ടാതെ നിൽക്കുക കേട്ടോ. 4-5 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ MD വിസിറ്റ് ഉണ്ട് എന്നുള്ളൊരു വാർത്ത എല്ലാവരും അറിഞ്ഞു. നകുലൻ്റെ പരിശോധനയിലും എന്തൊക്കെയോ ക്രമക്കേടുകൾ കണ്ടെത്തി എന്നുള്ള ഒരു സംസാരം വരെ ഓഫീസിലുണ്ടായി. കേരള സോണൽ കമ്പനി അടച്ചു പൂട്ടും എന്നുള്ളൊരു ഭീഷണി അത് നേരത്തെ തന്നെ കേട്ടതാണെന്നും പിന്നെ എല്ലാവരും വലിയ ഉത്കണ്ഠയിലായിരുന്നു ഉണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടോ. സങ്കടം മുഴുവനും എനിക്കായിരുന്നു എന്നും ജാനകി ഇങ്ങനെ പറയാം. അപ്പിക്കാണ് ടെൻഷനായിട്ട് പാടില്ല ജാനകി പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ടേ. പിന്നെ ജാനകി അന്ന് സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി അബിയോട് വളരെ വിശദമായിട്ട് പറയുന്നു. ജാനകിയെ കാണാൻ വന്നതും പിന്നെ ജാനകി ഇവരുടെ അടുത്തേക്ക് ഇറങ്ങി വന്നതും ഒക്കെ. അപ്പോൾ നിങ്ങൾ മേഡമൊക്കെ വരുമെന്ന് അറിഞ്ഞിരുന്നു എന്നിങ്ങനെ ജാനകി ഇവരോട് പറയാം. അപ്പോൾ ഫ്ലാഷ് ബാക്കിലേക്ക് വന്നു കാര്യം. അപ്പം ഞങ്ങൾക്ക് സോണൽ കമ്പനിയെ സന്ദർശിക്കാൻ മുൻകൂട്ടി അറിയിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ വന്നിങ്ങനെ ഒക്കെ ചോദിക്കും കേട്ടോ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജാനകി എന്ന് പറയുന്ന പെൺകുട്ടിയെ മാത്രം ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാൻ പറഞ്ഞു അവിടുത്തെ സ്റ്റാഫിനോട്. അപ്പോൾ ജാനകി ഇങ്ങനെ വരുക. അപ്പോൾ ദേ ആ ഇന്ദ്രജ മേഡമൊക്കെ വന്നിട്ടുണ്ട്, നിന്നെ കാണണമെന്ന് പറഞ്ഞു. ഇന്ദ്രജ മേഡത്തെ കാണാൻ എന്തൊരു ലുക്കാണെന്ന് അറിയാവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ ജാനകിയും കൂട്ടുകാരിയും കൂടെ സംസാരിച്ചിങ്ങനെ നടന്ന് വരുക. അപ്പോൾ ജാനകിയെ മാത്രം കാണണമെന്ന് പറയുമ്പോൾ എന്നെ മാത്രം കാണാനോ എന്താണെന്നൊന്നും അറിയില്ല, നീ വേഗം അങ്ങോട്ട് ചെല്ലല്ലേ പ്രശ്നമാവുമെന്ന് പറഞ്ഞു. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ജാനകി എന്ന് ചോദിക്കുമ്പം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഞാൻ സത്യസന്ധമായ രീതിയിലാണ് ജോലി ചെയ്തതെന്ന് പറഞ്ഞ് ജാനകി ഇവരെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് പോവാട്ടോ. ജാനകി കയറി വരുന്നത് നോക്കി ഇവരിങ്ങനെ അവിടെ ഇരിക്കുക. അപ്പോൾ ജാനകിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ദ്രജയൊക്കെ അന്തം വിട്ടിങ്ങനെ നോക്കുക. മാഡം എന്നും പറഞ്ഞ് വിളിച്ചു. ഇന്ദ്രജയുടെ കണ്ണൊക്കെ കണ്ട പേടിയാകുന്നത് പോലെ കേട്ടോ കണ്ണിരിക്കുന്നത്. ജാനകി ഇങ്ങനെ അടിമുടി നോക്കുവാണ്. ആ സമയത്ത് നീ ഫോൺ കട്ട് ചെയ്തോ, ഞാൻ അങ്ങോട്ട് വിളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഈ ഇന്ദ്രജയുടെ ഹസ്ബൻഡ് ഫോണും കട്ട് ചെയ്ത് ജാനകി ഇങ്ങനെ നോക്കുന്നു. ജാനകി ആണെങ്കിൽ പേടിച്ച് വിറച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഈ പുള്ളിക്കാരിയാണെങ്കിൽ ജാനകി ഇങ്ങനെ അടിമുടി നോക്കുവാണ്. അപ്പോൾ ഈ ഓഫീസിൽ നീ നിൽക്കുന്നത് ഇത്രയും ഡള്ളായിട്ടുള്ള ഡ്രസ്സ് ധരിച്ചിട്ടാണോ എന്ന് ചോദിച്ചു. വളരെ വളരെ മോശം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ജാനകി ഇങ്ങനെ ഡ്രസ്സിലേക്ക് നോക്കി ഒന്നും മിണ്ടുന്നില്ല.
ഇങ്ങനെ ഭയങ്കര ഒരു ഇതിലിങ്ങനെ നിൽക്കാം. പെൺകുട്ടികൾ എപ്പോഴും ഡ്രസ്സിൽ ശ്രദ്ധ വെക്കണമെന്നും പിന്നെ നിനക്കത് അറിയില്ലെങ്കിൽ മനസ്സിലാക്കി വെച്ചോളാനും ആ മേഡം ജാനകിയോട് പറയാം. അപ്പോൾ ജാനകി ആ എന്ന് പറഞ്ഞ് തലയാട്ടി. പിന്നെ എന്താ കുട്ടി നിൻ്റെ പേര് എന്ന് ചോദിച്ചപ്പോൾ ജാനകി എന്ന് പേരും പറഞ്ഞു. നീ ഇവിടെ ഏത് സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്? അത് പിന്നെ അക്കൗണ്ട് സെക്ഷനിലാണെന്ന് പറഞ്ഞു. ഓ നിൻ്റെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? അത് പിന്നെ എനിക്ക് വീടില്ല മേഡം എന്ന് പറഞ്ഞു. ഞാൻ ഓർഫണാണെന്ന് ജാനകി പറയുമ്പോൾ ഓ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇന്ദ്രജി ഇങ്ങനെ ഒന്ന് ആലോചിച്ചു. എന്നും പറഞ്ഞുകൊണ്ട് ആ പുള്ളി ഇങ്ങനെ നിൽക്കുക കേട്ടോ. നേരം കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഓർഫണേജിൽ ആരോ ഏൽപ്പിച്ചതാണെന്നുള്ള കാര്യം പറഞ്ഞു. നിൻ്റെ മാതാപിതാക്കളെന്നും പറഞ്ഞ് ആരെങ്കിലും ഓർഫണേജിൽ ഇതുവരെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആരും ഇതുവരെ വന്നിട്ടില്ല എന്ന് ജാനകി പറഞ്ഞു. നീ ഏതുവരെ പഠിച്ചതാ? അപ്പോൾ BBA കഴിഞ്ഞതാണെന്ന് പറയുമ്പം അതുവരെ നിന്നെ ആരാ പഠിപ്പിച്ചത്? ഓർഫണേജുകാരാണോ എന്ന് ചോദിക്കുമ്പം അല്ല, ഒരു സ്പോൺസർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതാരാണെന്ന് ചോദിച്ചപ്പം അതെനിക്ക് അറിയില്ല എന്ന് ജാനകി ജാനകി സത്യസന്ധമായിട്ട് പറഞ്ഞു. ജാനകിയോട് എല്ലാ കാര്യങ്ങളും ഇവർ പറയാം. ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്തിനായിരിക്കും? അപ്പോൾ ജാനകി ചോദിച്ചു എന്തിനാ എന്നോട് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് മേഡമെന്ന്. അപ്പോൾ ഈ പുള്ളിക്കാരി ചോദിച്ചു ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് എന്തിനായിരിക്കും? നിനക്ക് ഊഹിച്ചൂടെ എന്ന് ഇന്ദ്രജ ജാനകിയോട് പറയാം. അപ്പോൾ ജാനകി ഒന്നും മിണ്ടാതെ നിൽക്കും. അപ്പോൾ എനിക്കറിയില്ല എന്ന് ജാനകി പറഞ്ഞേ. അറിയില്ല എന്നാണ് നിൻ്റെ ഉത്തരവെങ്കിലും നീ മനസ്സിൽ ചോദിച്ചത് എന്താണെന്നൊക്കെ എനിക്കറിയാം. ഇവരെന്താ വിവാഹാലോചിക്കാണോ എന്നല്ലേ എന്ന് ഇന്ദ്രജ. അയ്യോ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല എന്ന് ജാനകി പറഞ്ഞു കേട്ടോ. അപ്പം ഇന്ദ്രജ താൻ മാറ്ററിലേക്ക് വരാൻ ഹസ്ബൻഡ് പറയുക. അപ്പോഴേക്കും ഇന്ദ്രജ ജാനകിയോട് പറയുവാണ് നമുക്കിവിടെ ഇരിക്കാം, ഇരുന്ന് സംസാരിക്കാം. അങ്ങനെ ജാനകി അവിടെ വിളിച്ചിരുത്തി. അതിനുശേഷം ഞങ്ങളിപ്പോൾ ഇവിടെ വന്നത് ഞങ്ങളുടെ അനിയന് വേണ്ടിയിട്ടാണെന്നും ഞങ്ങളുടെ അനിയൻ ഞങ്ങളോടൊരു കാര്യം ആവശ്യപ്പെട്ടു എന്ന് ഇന്ദ്രജ പറയാം. എന്ത് കാര്യമാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവന് തന്നെയാണ് ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ജാനകി ഞെട്ടി. ജാനകി ചാടി അങ്ങ് എഴുന്നേറ്റു. ഇങ്ങനെയാണോ ജാനകി ഇങ്ങനെയാണോ ഇന്ദ്രജ ഒരു കാര്യം ഒരു പെൺകുട്ടിയുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നും ചോദിച്ചുകൊണ്ട് ഹസ്ബൻഡ് ഇന്ദ്രജയെ വഴക്ക് പറഞ്ഞു. അപ്പോഴേക്ക് ഇന്ദ്രജ ചാടി അങ്ങ് എഴുന്നേറ്റിട്ട് ഒരാൾക്ക് മനസ്സിലായ ഒരു കാര്യത്തിന് എന്തിനാണ് അർജുൻ മുഖവരയിട്ട് അത് വികൃതമാക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ അതെന്തായാലും ശീലിച്ചിട്ടില്ല എന്നും ഇന്ദ്രജ പറയുക. ജാനകി അന്തം വിട്ട് ഞെട്ടി നിൽക്കുക. നകുലൻ നിന്നെ വിവാഹം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ജാനകി ഞെട്ടി കേട്ടോ. ജാനകിക്കാണെങ്കിൽ ഒട്ടും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. നിന്നോട് ആ ഒരു വിവരം പറഞ്ഞ് വിവാഹം നടത്താനുള്ള തീരുമാനം നിന്നെ അറിയിക്കാനായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതെന്നുള്ള കാര്യം പറയുമ്പോൾ ജാനകി അന്തം വിട്ടിങ്ങനെ നിൽക്കുക. എന്തായാലും ജാനകിയുടെ കാര്യത്തിന് ഒരു തീരുമാനം അവരെടുത്തു. ഈ സമയത്ത് ജാനകി അത് എന്നോടൊരു വാക്ക് ചോദിക്കേണ്ടായിരുന്നു മേഡം എന്ന് ചോദിക്കുമ്പം ഞങ്ങളാണ് തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞ് ഇന്ദ്രജ ഇങ്ങനെ സംസാരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എന്തായാലും ഇനി ബാക്കി ഫ്ലാഷ് ബാക്കുകളൊക്കെ അടുത്ത ആഴ്ച കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. താങ്ക് യു. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.